വീണ്ടും അങ്ങനെ ഫ്രീ ട്രയൽ ഒരു എപ്പിക്ക് അടിച്ചേക്കാണ്. നമ്മുടെ ബോണിച്ചിയുടെ കാണാൻ അടിച്ചേക്കുന്നത്. അപ്പൊ അത്യാവശ്യം നല്ല കാർഡ് തന്നെയാണ് വിശ്വസിക്കുന്നത്. പക്ഷെ പ്രായം കുറച്ച് കൂടി പോയോ സംശയമുണ്ട്. അതൊന്നും സീനില്ല, ചുമ്മാ കറക്കി നോക്കിയാണ് സാധനം കിട്ടി. എനിക്കൊരു ബാക്കിലോട്ടും മിഡിലോട്ടും ഒരു കാർഡ് വേണം. അപ്പൊ ബാക്ക് സെറ്റായി. അന്ന് അത്യാവശ്യം നല്ല ഹൈപ്പ് കൊടുക്കുന്നില്ല, എന്നാലും കുഴപ്പമില്ലാതെ നിൽക്കുമെന്ന് വിചാരിക്കുന്നു. കുറച്ച് പ്രായം കൂടുതലാണ്. ഡിഫൻഡീവ് സ്റ്റാറ്റ്സ് ഒക്കെ അത്യാവശ്യം കിട്ടില്ല കേട്ടോ. അതിലെ 3 പ്ലേയേഴ്സും സ്മൈക്കിളായാലും ബോണിച്ചായാലും കോമൺ ആയാലും 3 പ്ലെയറും കിടിലാണ്. സ്മൈക്കിൾ എന്ന് പറഞ്ഞാൽ ബെസ്റ്റ് കാർഡാന്ന് തോന്നുന്നു അതിൽ പാക്കിലെ. എന്തായാലും ബോണിച്ച അടിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്കായിരിക്കും ഫ്രീ ട്രയൽ എപ്പി കിട്ടിയെന്ന് കമന്റ് ചെയ്യാം. പിന്നെ ഈ പാക്കിൽ കോയിൻ കൊടുത്ത് കറക്കിയവരും കിട്ടിയവരും കിട്ടാത്തവരൊക്കെ കമന്റ് ചെയ്യാം. ആ പാക്കിൽ 3 പ്ലെയറും കിടിലാണ്, ഒന്നിനൊന്നും മെച്ചം. മെയിനായിട്ട് സ്മൈക്കിളാന്ന് തോന്നുന്നു ആ പാക്കിലെ ഏറ്റവും ബെസ്റ്റ് പ്ലെയർ എനിക്ക് തോന്നുന്നു. ബോണിച്ചൊക്കെ ഏജ് ഓവർ അല്ല 37 വയസ്സായിട്ടുണ്ട്. അദ്ദേഹം കളിക്കില്ല എനിക്ക് അറിയില്ല. ഞാൻ ആദ്യമായിട്ടാണ് ബോണിച്ചോട് ഒരു കാർഡ് കളിപ്പിക്കുന്നതൊക്കെ. എന്തായാലും സ്കോഡിലേക്ക് ഇട്ടിട്ട് ബെസ്റ്റ് പ്ലെയർ പ്രോഗ്രസ് 2-3 മാച്ച് കളിച്ചു നോക്കാം. ഗെയിം പ്ലേ ഒന്നും കാണിക്കില്ല കേട്ടോ. സിബിക്ക് എന്ത് ഗെയിം പ്ലേ കാണിക്കാൻ എനിക്ക് അറിയില്ല. കുറച്ച് ഞാൻ 2-3 മാച്ച് കളിപ്പിച്ചിട്ട് എന്തെങ്കിലും ഡിഫൻഡ് ആയിട്ട് തട്ടിവിടൊക്കെ ചെയ്താൽ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, പിന്നെ വേറൊരു ട്രിക്കാണോ ലക്കാണോ എനിക്കറിയില്ല. ഞാനൊരു കാര്യം പറഞ്ഞാൽ നിങ്ങൾ യൂസ് ആക്കി നോക്കുക. എങ്ങാനും ഫ്രീ എപ്പി കിട്ടുകയാണെങ്കിൽ, ഫ്രീ ട്രയലോ 100 കോയിനിലോ നിങ്ങൾ സ്പിന്നാക്കാൻ സമയത്ത് കിട്ടുകയാണെങ്കിൽ എന്തായാലും നല്ലതായിരിക്കും. ഞാൻ എന്തൊരു പറഞ്ഞുതരാം. എനിക്ക് 2 എപ്പിയും കിട്ടിയത് ഒരേ സമയത്താണ്. ഫ്രീ ട്രയലാണ്. അപ്പൊ ഞാൻ പറയുമ്പോൾ ഇത് ട്രിക്കാണോ ലക്കാണോ എനിക്കറിയില്ല. ചിലപ്പോൾ ലക്കായിരിക്കും, ചിലപ്പോൾ ട്രിക്കൊന്നും ഇല്ല കാര്യം. ചിലപ്പോൾ ലക്കായിരിക്കും. ഞാൻ പറയുമ്പോൾ കാര്യം ചെയ്തു നോക്കാം. കിട്ടിക്കഴിഞ്ഞാൽ ഒരു എപ്പിക്ക് പോയാ ഒന്നുമില്ല. ഓക്കെ, എനിക്ക് 2ാമത്തെ ഫ്രീ ട്രയലാണ് ഇപ്പൊ അടിക്കുന്നത്. ബോണിച്ച് ഫസ്റ്റ് ഫ്രീ ട്രയൽ അടിച്ചത് കഴിഞ്ഞ മാസം നമ്മുടെ ഫിഗോടെ കാർഡ് അടിച്ചേർന്നു. അപ്പൊ അതും ഈ സമയത്താണ് കറക്കിയത്. ട്രിക്കാണ് എനിക്കൊന്നും അറിയാൻ പറഞ്ഞുതരാം. ഒരു 7:30 ഗെയിം ഓപ്പൺ ആവുന്നത്. ഒരു 8 മണി ടു 8:30 കറക്കാൻ, 8 മണി ടു 8:45 കറക്കാണെങ്കിൽ ചിലപ്പോൾ കിട്ടാൻ ചാൻസ് ഉണ്ടെങ്കിൽ തോന്നുന്നത്. കാരണം ഞാൻ 2 ഫിഗോടെ പാക്കിൽ ഫ്രീ ട്രൈ എടുത്താലും ഈ പാക്കിൽ ഫ്രീ ട്രൈ എടുത്താലും 8 മണി 8:30 സമയത്താണ് കറക്കിയത്. അപ്പോൾ ഫിഗോനെ അടിച്ച് ഇപ്പോൾ ബോണിച്ചിനെ അടിച്ച്. അപ്പോൾ ട്രിക്കാണോ ലക്കാണോ എനിക്കറിയില്ല. അപ്പോൾ നിങ്ങൾ യൂസ് ആക്കി നോക്കാം. പാക്ക് ഓപ്പണിംഗ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ വരുമ്പോൾ തന്നെ കറക്കി നോക്കാം. കിട്ടുകയാണെങ്കിൽ കിട്ടും, ഇല്ലെങ്കിൽ ഒന്നും പറയാനില്ല. ചിലപ്പോൾ ലക്കായിരിക്കും, അല്ലെങ്കിൽ എനിക്കറിയില്ല എന്താ സംഭവം. 2 ഫ്രീ ട്രയൽ സമയത്താണ് കിട്ടിയത്. പിന്നെ ഫ്രീ ട്രയലാണ് കിട്ടിയത്. അതാണ് മെയിൻ കാര്യം. എനിക്ക് ഇങ്ങനെയൊന്നും കിട്ടാറില്ല. കാര്യം എത്ര കൊല്ലമായിട്ട് ഞാൻ 4 കൊല്ലമായിട്ട് വേറെ അക്കൗണ്ട് ഉണ്ട്. ആ അക്കൗണ്ടിലൊക്കെ ഒരു എപ്പിക്കുന്ന പറയാം 2 കൊല്ലത്തിൽ ഒരു എപ്പിക്കുക. അതാണ് കണക്ക്. അപ്പൊ നിങ്ങൾ ഫ്രീ ട്രയൽ എടുക്കുന്നതായാലും പാക്ക് ഓപ്പണിംഗ് ഉദ്ദേശിക്കുന്നതായാലും ഈ ടൈം കറക്കി നോക്കാം. ഗെയിം ഓപ്പൺ ആവുമ്പോൾ തന്നെ കറക്കി നോക്കാം. കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ അല്ലേ. ആ കോയിൻ എന്തായാലും കോയിൻ പൊട്ടിക്കാൻ തീരുമാനിച്ചെങ്കിൽ പിന്നെ ആ സമയത്ത് കറക്കി നോക്കാം. അങ്ങനെ കിട്ടുകയാണെങ്കിൽ 2-3 എപ്പി ചറപ്പുറ കിട്ടട്ടെ. ഓക്കെ, അപ്പൊ ഇതൊന്ന് യൂസ് ആക്കി നോക്കാം. ട്രിക്കായിരിക്കും, ചിലപ്പോൾ ലക്കായിരിക്കും, എന്താണെന്ന് അറിയാൻ പാടില്ല. ഓക്കെ, അപ്പൊ ആർക്കും ഫ്രീ ട്രയൽ കിട്ടിയവരൊക്കെ കമന്റ് ചെയ്യാം. അപ്പൊ നമുക്ക് എന്തായാലും ബോണിച്ചിനെ വെച്ച് 2-3 മാച്ച് കളിപ്പിച്ചായിട്ട് ഗെയിം പ്ലേ ഒന്ന് കാണിക്കുക. എന്തെങ്കിലും 2-3 ക്ലിപ്പൊക്കെ കാണിച്ചു തരാം. ഓക്കെ, ഞാൻ 2-3 മാച്ച് കളിപ്പിച്ച് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ പ്ലെയർ പ്രോഗ്രഷൻ കൊടുക്കുന്നത്. 106 തോന്നുന്നു, 107 എനിക്ക് തോന്നുന്നില്ല. ഞാൻ ബൂസ്റ്റർ കൊടുത്തേക്കുന്നത് ഡിഫെൻഡിങ് ആണ്. ഓക്കെ, അപ്പോൾ ഈ പ്ലെയർ പ്രോഗ്രഷൻ കൊടുത്തേക്കുന്നത് നല്ലതാണ്. ഡിഫെൻഡിങ് സ്റ്റാറ്റ്സ് ഉണ്ട്, പക്ഷേ സ്പീഡ് കുറച്ച് കുറവാണോ ഡൗട്ട് ഉണ്ട്. ഏരിയയിലും ഫോർനെസ്സാണ് നമ്മുടെ സ്കില്ല് വരാൻ നോക്കുക. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു കാർഡ് നിന്നാൽ മതിയായിരുന്നു. നൈസൊരു കാർഡ് കിട്ടിയതെങ്കിൽ തോന്നുന്നു ബിൽഡപ്പ് കാർഡാണ്. ബിൽഡപ്പ് എനിക്ക് ഒരു ഡിസ്റ്റോയർ കാർഡും ഒരു DMF കാർഡും ഇനി വേണം. എപ്പോഴാണ് കിട്ടണമെന്ന് അറിയില്ല. ഡിലീറ്റിൻ്റെ കാർഡും ബിൽഡപ്പ് കാർഡാണ് 2. എൻ്റെ ഇപ്പോൾ കുറേ ബിൽഡപ്പ് ഉണ്ട്. ഒരു ഡിസ്റ്റോയും കിട്ടുകയാണെങ്കിൽ നൈസ് ആയിരിക്കും. ഓക്കെ, എന്തായാലും ഗെയിം പ്ലേ നോക്കി നോക്കാം. ഇപ്പൊ CB ആയതുകൊണ്ട് തന്നെ ഫുൾ ഗെയിം പ്ലേ ഒന്നും കാണിക്കുന്ന നടപടിയാണ്, കേസല്ല. ഫുൾ ഗെയിം പ്ലേ 2-3 മൂവ്മെന്റ് ഒക്കെയാണ് ഉണ്ടാവത്തുള്ളൂ ബോണിച്ചാൽ. അപ്പൊ അതുകൊണ്ട് കുറച്ച് ക്ലിപ്പ് അതേ കാണിച്ചു തരാം. അപ്പൊ എനിക്ക് തോന്നിയത് കുഴപ്പമില്ലാത്ത രീതിക്ക് നിൽക്കണ്ട, പക്ഷെ അത്ര OP ആയിട്ടുണ്ടോന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ബോണിച്ച് തന്ന് പറ്റിച്ചോന്ന് എനിക്കറിയില്ല. കുഴപ്പമില്ല കേട്ടോ. പക്ഷെ 2-3 മാച്ച് കളിപ്പിച്ച് നോക്കിയിട്ടുള്ളൂ. അപ്പോൾ കുഴപ്പമില്ലാത്ത രീതി നിൽക്കേണ്ട. വലിയ ഇടയ്ക്കിടയ്ക്ക് ഡിഫൻസ് ചെറുതായിട്ട് പൊട്ടുന്നുണ്ടോ എന്ന് ചെറിയൊരു സംശയമുണ്ട്. ടോണി ഉള്ളാറും കുറച്ചൊക്കെ രക്ഷപ്പെടും തോന്നുന്നു. അപ്പോൾ കുഴപ്പമില്ല കേട്ടോ. ഹെഡൊക്കെ ചെയ്യും, പക്കയാണ്. ഏരിയയിൽ സെറ്റാണ്, ഡിഫൻഡ് സ്റ്റാറ്റ്സ് സെറ്റാണ്, സ്റ്റാറ്റ്സ് ഒക്കെ പെടയാണ്. പക്ഷെ ഇടയ്ക്ക് ഡിഫൻഡ് ചെറുതായിട്ട് പൊട്ടുണ്ടോ എന്ന് ചെറിയ സംശയമുണ്ട്. ഞാളുടെ സ്പീഡ് കുറവായതുകൊണ്ട് എനിക്ക് തോന്നുന്നതായിരിക്കും, അറിയില്ല. അതൊന്ന് കുറച്ച് മാച്ച് കളിപ്പിച്ച് നോക്കിയിട്ടുള്ളൂ. അപ്പോൾ വരുമ്പോൾ സെറ്റാവുമായിരിക്കും. കുറച്ചുകൂടെ കട്ടിക്ക് നിൽക്കുമായിരിക്കും എനിക്ക് തോന്നുന്നു. ബിൽഡപ്പ് കാർഡാണ്. ഓക്കെ, അപ്പോൾ അധികം ഡിഫെൻഡ് ചെയ്യാൻ അധികം കിട്ടത്തില്ല. ടോണി വന്ന പോലെ ബിൽഡപ്പ് വരുമെന്ന് എനിക്ക് തോന്നാനുള്ള. ഡിസ്റ്റോർ കാർഡ് വന്ന പോലെ വരുമെന്ന് അറിയില്ല. എന്നാലും കുഴപ്പമില്ല കേട്ടോ. നൈസായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആരും ബോണിച്ചിനെ കിട്ടിയവരൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ കൊടുത്ത പ്ലെയർ പ്രോഗ്രഷൻ നല്ലതാണല്ലോ കമന്റ് ചെയ്യുക. ഏതെങ്കിലും നല്ല പ്ലെയർ പ്രോഗ്രഷൻ ഉണ്ടെങ്കിൽ അതൊന്നും എനിക്ക് പറഞ്ഞുതരാം. ഓക്കെ, നേരത്തെ പറഞ്ഞാൽ തന്നെ കുഴപ്പമില്ലാത്ത രീതിക്ക് നിൽക്കുന്നുണ്ട്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ കളിച്ച മാച്ചസ് ഒന്നും തോറ്റിട്ടില്ല, അത് സന്തോഷമുണ്ട്. കളിച്ച മാച്ചസ് ഒന്നും തോറ്റിട്ടില്ല. 4 മാച്ചസ് ഒന്നും കളിപ്പിച്ചു, 4 മാച്ച് ജയിച്ചിട്ടുണ്ട്. ഓക്കെ, ബോണിച്ച് കുഴപ്പമില്ല. പക്ഷെ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് എന്തൊക്കെയോ ഒരു മിസ്സുള്ള പോലെ, കുറച്ച് സ്പീഡ് എടുക്കാനും പൊസിഷനും ഒന്നും കറക്റ്റ് അല്ലാത്ത പോലൊക്കെ ഉണ്ട്. അപ്പൊ കുറ്റം മാത്രം പറയാനല്ല കേട്ടോ. ഞാൻ എത്ര നല്ല ചെയ്താലും ഒരു കുറ്റം കാണുമ്പോൾ പറയണമല്ലോ. ഓക്കെ, അതുകൊണ്ട് പറയണ ഇടയ്ക്കിട്ട്, എപ്പോഴും അല്ല, ഇടയ്ക്കിടയ്ക്ക്. ഹെഡിങ്ങും പക്കൊക്കെ സെറ്റാണ്, ക്ലിയറൻസ് ഡിഫെൻഡ് ചെയ്യാനൊക്കെ വണ്ടി, അത് കുഴപ്പമില്ല. പക്ഷെ ഇടയ്ക്ക് ഡിഫെൻഡ് ചെയ്യാൻ വന്നില്ല. ഇടയ്ക്കിടയ്ക്ക് അവിടെയൊക്കെ ഇപ്പൊ എല്ലാ CBക്കും വന്നതായിരിക്കും. പക്ഷെ
ബോണിച്ചി ആയതുകൊണ്ട് ഇങ്ങനെ എടുത്തെടുത്ത് പറയണമെന്ന് മാത്രം. ആദ്യമായിട്ടൊക്കെയല്ലേ ഇങ്ങനെ കിട്ടണത് കാർഡൊക്കെ, അതുകൊണ്ട് തോന്നുന്നതായിരിക്കും. അപ്പൊ എന്തായാലും കുഴപ്പമില്ലാതിരിക്കും നിൽക്കുന്നുണ്ടെന്ന് തോന്നുന്നു. എന്തായാലും കുറച്ച് പ്ലെയർ പ്രൊവിഷൻ മാറ്റാനുണ്ട്. ഇപ്പോഴത്തെ പ്ലെയർ പ്രൊവിഷൻ എന്ന് പറഞ്ഞാൽ സ്പീഡ് കുറച്ച് കുറവാണ്, 83 84 എന്തുള്ളൂ. അതൊക്കെ മാറ്റിയിട്ട് ഡിഫൻഡീവ് സ്റ്റാറ്റ്സ് കുറച്ചിട്ട് സ്പീഡും കൂട്ടണം, ആക്സിലറേഷൻ സ്റ്റാമിന ഒക്കെ കൂട്ടി സെറ്റ് ആക്കണം. നമ്മൾ മറ്റേ ബൂസ്റ്റർ കൊടുത്തത് ഡിഫെൻഡിങ് ആട്ടോ, അത് നൈസായിട്ട് നിൽക്കുന്നുണ്ട്. അതിനകത്ത് കിക്കിംഗ് പവർ കൂടും, ആക്സിലറേഷൻ, കുറച്ച് ഡിഫൻസ് എൻഗേജ്മെന്റ് കൂടും, അത് സീനില്ല. അപ്പോൾ ബോണിച്ചി ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. കൂടുതൽ ഫുൾ ഗെയിം പ്ലേ കാണിക്കാനോ വേറെ ഒന്നും പറയാനില്ല. CB കാർഡാണല്ലോ. സംഭവം കിട്ടിയതിൽ ഞാൻ ഹാപ്പിയാണ്, കൊണാമി ഹാപ്പിയാണ്, നിങ്ങളും ഹാപ്പി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയൊക്കെയുള്ള വീഡിയോ. അപ്പോൾ വീഡിയോ അവസാനം വരെ കണ്ടതിന് ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക, കാണുക ചെയ്യുക. ഇനി ഫ്രീ ട്രൈ തരട്ടെ, എപ്പിക് കിട്ടട്ടെ, നിങ്ങൾക്കും കിട്ടട്ടെ. ഓക്കെ.